ദയാദുർഗ. രചന നിമ സുരേഷ്. അവതരണം അപര. ശ്രീറാമിൻ്റെയും ദയയുടെയും വിവാഹം. ആ വീട്ടിലെ അന്നത്തെ ഏക ചർച്ച അതുമാത്രമായിരുന്നു. ശ്രീറാമും ദയയും അവർക്കത്രമേൽ പ്രിയമുള്ള, ജീവനോളം സ്നേഹമുള്ള രണ്ട് വ്യക്തികളായതിനാൽ എല്ലാവരും ഒരുപാട് ആഹ്ലാദത്തിലാണ്. ആകെ മൊത്തം ബഹളമയം. ഒരു വശത്ത് അച്ഛനമ്മമാർ അനുയോജ്യമായ വിവാഹ തീയതിക്കുള്ള തകൃതിയായ അന്വേഷണം തുടരുമ്പോൾ, മറുഭാഗത്ത് ശരണിൻ്റെ മുറിയിൽ അവർ സഹോദരങ്ങൾ ഇതുവരെ തീയതി നിശ്ചയിക്കാത്ത ഏട്ടൻ്റെ വിവാഹത്തിന് ഏതു വിധത്തിലും നിറത്തിലുമുള്ള വസ്ത്രങ്ങളാണ് ധരിക്കേണ്ടതെന്ന ആശയക്കുഴപ്പത്തിലായിരുന്നു. എന്നാൽ ഹാളിലെ ശബ്ദ കോലാഹലങ്ങൾക്കൊന്നും ചെവി നൽകാതെ, അഭിപ്രായം പറയാതെ, മറ്റേതോ ലോകത്തിലെന്ന പോലെ ഒരു വശത്തിരിക്കുകയാണ് ശ്രീറാം. എതിരെയുള്ള സോഫയിൽ അവനെ ഉറ്റുനോക്കി ദയയും. ഒട്ടും പ്രസന്നമല്ലാത്ത ശ്രീറാമിൻ്റെ മുഖം അവളെ പലതും ചിന്തിക്കാൻ പ്രേരിപ്പിച്ചപ്പോൾ, ഇത്ര ധൃതി പിടിച്ചൊരു വിവാഹം ദയയ്ക്ക് അംഗീകരിക്കാൻ കഴിയുമോ എന്ന ആശങ്കയിലായിരുന്നു അവൻ്റെ മനസ്സ്. എല്ലാവരും കാര്യമായ ചർച്ചയിലാണല്ലോ. ഒരു സന്തോഷവാർത്തയുണ്ടെന്ന് ഉദയൻ വിളിച്ചറിയിച്ചതിനെ തുടർന്ന് കാര്യം എന്താണെന്നറിയാനുള്ള അത്യാവേശത്തോടെ ധൃതി പിടിച്ചെത്തിയതായിരുന്നു ശിവരാജ്. ലിവിംഗ് റൂമിൽ ദയയെയും ശ്രീറാമിനെയും കണ്ടെങ്കിലും അവരിരുവരെയും വകവയ്ക്കാതെ അയാൾ നേരെ ഹാളിൽ ചെന്ന് മുതിർന്നവരോട് കുശലാന്വേഷണം നടത്തി. അയാൾക്ക് പിറകെ വീട്ടിലേക്ക് കയറിയ അഞ്ജലി സോഫയിലിരിക്കുന്ന ശ്രീറാമിനെ കണ്ട് ആഹ്ലാദത്തോടെ ഒറ്റ കുതിപ്പിന് അവനരികിലേക്ക് പാഞ്ഞു. തൊട്ടരികിൽ ആരുടെയോ സാന്നിധ്യം അറിഞ്ഞ് ശ്രീറാം ഒന്ന് ഞെട്ടി. ബോധമണ്ഡലത്തിലേക്ക് തിരിച്ചെത്തിയ അവൻ്റെ കണ്ണുകളിൽ ആദ്യം പതിഞ്ഞ രൂപം ദയയുടേതായിരുന്നു. അവളുടെ നേത്രഗോളങ്ങൾ ഭയത്തോടെ ശിവരാജിനെ പിന്തുടരുന്നതും മിഴിയമകൾ പരവേശത്തോടെ പിടയ്ക്കുന്നതും അവൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഇവിടെ എന്താ റാം വിശേഷം? അഞ്ജലിയുടെ ശബ്ദം കാതിൽ പതിഞ്ഞ മാത്രം അവൻ അവൾക്ക് അഭിമുഖമായി മുഖം ചിരിച്ചു. ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരം അറിയാനുള്ള ആകാംക്ഷയായിരുന്നു അഞ്ജലിയുടെ കണ്ണുകളിൽ. ഒരക്ഷരം ഉരിയാടാതെ അവൻ അവളിൽ തന്നെ മിഴികളൂന്നി. ദുർഗയുടെയും തൻ്റെയും വിവാഹമാണെന്നറിഞ്ഞാൽ അവൾ ഏത് രീതിയിൽ പ്രതികരിക്കുമെന്നറിയില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ആ വാചകങ്ങൾ കേൾക്കുന്നതിനടുത്ത നിമിഷം അതികഠിനമായി ആ പെണ്ണിൻ്റെ ഹൃദയം വേദനിക്കും. എന്തെന്നാൽ തന്നെ അത്രമാത്രം സ്നേഹിക്കുന്നുണ്ടവൾ, മോഹിക്കുന്നുണ്ട്. വളരെ ചുരുങ്ങിയ ദിനങ്ങളായിരുന്നെങ്കിലും ആദ്യമായി തൻ്റെ പ്രണയിനി എന്ന സ്ഥാനം അലങ്കരിക്കപ്പെട്ടത് അഞ്ജലി എന്ന നാമത്താലായിരുന്നു. അതിനൊരൊറ്റ കാരണമേ ഉണ്ടായിരുന്നുള്ളൂ. ശ്രീറാമിന് അഞ്ജലി അത്രമാത്രം പ്രത്യേകതയുള്ളവളായിരുന്നു. മറ്റുള്ള സുഹൃത്തുക്കളിൽ നിന്നും ഒരുപാട് വ്യത്യസ്തയാണവൾ. കുട്ടിക്കാലം മുതൽ തൻ്റെ ഹൃദയത്തോട് ചേർന്ന് നിന്നവൾ. പക്ഷെ ഹൃദയമാകാൻ കഴിഞ്ഞില്ല, ഇനി ഒരിക്കലും കഴിയുകയുമില്ല. ചിന്താഭാരത്താൽ അവനൊന്ന് നിശ്വസിച്ചു. എന്താ ഉദയ താനീ പറയുന്നത്? ശിവരാജിൻ്റെ ശബ്ദം അവിടെ ഒന്നാകെ മുഴങ്ങി. ശ്രീറാമിൻ്റെയും അഞ്ജലിയുടെയും ദയയുടെയും കണ്ണുകൾ അയാൾക്ക് നേരെയായി. ഇത്രയ്ക്കും വിവേകബുദ്ധി ഇല്ലാതെയായോ നിങ്ങൾക്കൊക്കെ? ശ്രീറാമിൻ്റെ വിവാഹം നടത്താൻ കണ്ടെത്തിയ പെൺകുട്ടിയെ. ശിവരാജിൻ്റെ മിഴികൾ ദയയ്ക്ക് നേരെ കൂർത്തു. ചൊടികളിൽ അവളോടുള്ള കടുത്ത പുച്ഛം തങ്ങി നിൽക്കുന്നുണ്ടായി. അവൾ അറിയാതെ തന്നെ ഇരിപ്പിടത്തിൽ നിന്നും ഉയർന്നു. അഞ്ജലി നടുങ്ങി നിൽക്കുകയായിരുന്നു. ശ്രീറാമിൻ്റെ വിവാഹം? അവൾക്ക് വിശ്വസിക്കാനായില്ല. ഒരിക്കലും ഒരു കുടുംബജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുകയില്ലെന്ന് പറഞ്ഞിട്ട്. നിറ കണ്ണുകളുമായി പരിഭവത്തോടെ ശ്രീറാമിനെതിരെ നോട്ടമെയ്തവൾ തിരികെ അവൻ്റെ ഒരു നോക്കിനായി അക്ഷമയോടെ കാത്തുനിന്നു. എന്നാൽ ശ്രീറാമിൻ്റെ മുഴുവൻ ശ്രദ്ധയും ദയയിൽ മാത്രമായിരുന്നു. ആരുടെയും വാക്കുകൾ പോലും ഇനി അവളെ വേദനിപ്പിക്കരുതെന്ന് നിർബന്ധമുണ്ടായിരുന്നു അവന്. ഇതിലും ഭേദം അവൻ വിവാഹമേ വേണ്ടെന്ന് വെക്കുന്നതായിരുന്നു. യോഗ്യത പോട്ടെ, വിവാഹം ചെയ്യുന്ന പെൺകുട്ടി 4 പേരുടെ മുമ്പിൽ അറ്റ്ലീസ്റ്റ് പ്രസന്റബിൾ എങ്കിലും ആവണ്ടേ? അതുമില്ല. അയാൾ ഈർഷ്യയോടെ പറഞ്ഞു നിർത്തവേ ദയയുടെ ശിരസ് അപമാനഭാരത്താൽ കുനിഞ്ഞുപോയി. ദയയ്ക്ക് തൻ്റെ തൊലി ഉരിയുന്നത് പോലെ തോന്നി. ആത്മവിശ്വാസം തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത പോലുള്ള അവളുടെ നിൽപ്പ് ശ്രീറാമിനെയും നോവിച്ചു. ശിവരാജിനോട് കടുത്ത രോഷം തോന്നി അവന്. ഇനിയും അയാൾ എന്തെങ്കിലും വാവിട്ട് പറഞ്ഞാൽ ദയയെ അത് വലിയ തോതിൽ ബാധിക്കുമെന്ന് ഉറപ്പുള്ളതിനാൽ ശ്രീറാം അയാൾക്കെതിരെ വാക്കുകളാൽ പ്രതിരോധം തീർക്കാനൊരുങ്ങി. യോഗ്യതയുടെ കാര്യത്തിൽ അങ്കിള് വേവലാതിപ്പെടണ്ട. ശ്രീറാം സായന്ത് തൻ്റെ ജീവനോളം ആ നിൽക്കുന്ന ദുർഗ എന്ന പെൺകുട്ടിയെ സ്നേഹിക്കുന്നു, പ്രണയിക്കുന്നു. അതാണ് അവളുടെ യോഗ്യത. അതുമാത്രം മതി. തൻ്റെ പ്രണയത്തിൽ 100% വിശ്വാസം അർപ്പിച്ച് വാക്കുകൾ ഉച്ചരിക്കുന്നവനെ ആ വീട്ടിലെ ഓരോ അംഗങ്ങളും മതിപ്പോടെ നോക്കി. അഞ്ജലി ആശ്ചര്യത്തോടെയും. പിന്നെ പ്രസന്റബിൾ,
നാലാളുടെ മുന്നിലേക്ക് നെറ്റിപ്പട്ടം കെട്ടി ചെഴുന്നള്ളിക്കാനല്ല എനിക്ക് ലൈഫ് പാർട്ട്ണർ വേണ്ടത്. എൻ്റെ കണ്ണിൽ ദുർഗ സുന്ദരിയാണ്, എൻ്റെ അമ്മയോളം സുന്ദരി. ഇനി ഇവിടെ ഇതിൻ്റെ പേരിൽ ഒരു ചർച്ച വേണ്ട. പിന്നെ വിവാഹം. എനിക്കും ദുർഗയ്ക്കും അല്പം കൂടി സമയം വേണം. ഞാനും അവളും കംഫർട്ടബിൾ ആവുമ്പോൾ ഞങ്ങൾ ഒരുമിച്ച് തീരുമാനിക്കും എന്ന്, എങ്ങനെ, എവിടെ വെച്ചെന്ന്. വിവാഹ തീയതി കുറിക്കലും ക്ഷണക്കത്തടിക്കലും ഒക്കെ അത് കഴിഞ്ഞിട്ട് മതി. ശ്രീറാം തീർപ്പ് കൽപ്പിച്ചു. അവൻ്റെ അവസാന വാചകങ്ങളിൽ പ്രതീക്ഷകളെല്ലാം ഒറ്റയടിക്ക് തകർന്ന് വീണടിഞ്ഞ കണക്കി എല്ലാവരുടെയും മുഖം ഒരുപോലെ മങ്ങി. ആ നിമിഷം അവിടെയുള്ള ഓരോ അംഗങ്ങൾക്കും ശിവരാജനോട് അതിരിൽ കവിഞ്ഞ ദേഷ്യം അനുഭവപ്പെട്ടു. എൻ്റെ മോളോ, അവളെന്ത് ചെയ്യണം? തർക്കം അവസാനിപ്പിക്കാൻ ഭാവമില്ലാത്ത രീതിയിൽ അയാൾ വീണ്ടും ചോദ്യമെറിഞ്ഞു. ശ്രീറാം നിശബ്ദനായി. അവൻ്റെ നോട്ടം തനിക്കരികിൽ ദൈന്യതയോടെ കണ്ണു നിറച്ചു നിൽക്കുന്ന പെൺകുട്ടിയിലുടക്കി. ആ നിമിഷം അവൻ അവളോട് സഹതാപം തോന്നിപ്പോയി. അങ്കിൾ, ഞങ്ങൾ ഇരുവരും ഏറ്റവും അടുത്ത സുഹൃത്തുക്കളാണ്. അതിനപ്പുറം ഒന്നുമില്ല. ഒരേ മനസ്സോടെ ഒരുമിച്ചൊരിക്കലും ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ലെന്ന് വർഷങ്ങൾക്ക് മുമ്പേ എനിക്കും അവൾക്കും വ്യക്തമായ കാര്യമാണ്, അല്ലേ? എല്ലാം അറിഞ്ഞും പറഞ്ഞും മനസ്സിലാക്കിയല്ലേ നമ്മളിപ്പോൾ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത്? ശ്രീറാം അഞ്ജലിക്ക് നേരെ ചോദ്യം ഉന്നയിച്ചപ്പോൾ മറുപടിയായി അവൾ മിഴികൾ അമർത്തി തുടച്ച് അതേ എന്നർത്ഥത്തിൽ ശിരസ് ചലിപ്പിച്ചു. പക്ഷേ എനിക്കിപ്പോഴും. വാക്കുകൾ മുഴുമിപ്പിക്കാതെ അഞ്ജലി പ്രത്യാശയോടെ ശ്രീറാമിനെ നോക്കി. എന്നാൽ അവൻ അത് കണ്ടില്ലെന്ന് നടിച്ചു. ഈ രീതിയിലാണെങ്കിൽ നമ്മൾ തമ്മിലുള്ള സ്നേഹം എല്ലാ കാലവും നിലനിൽക്കും അഞ്ജലി. ഒരുമിച്ചൊരു ജീവിതം തുടങ്ങിയാൽ ഇപ്പോഴുള്ള സ്പേസ് നമുക്കിടയിൽ ഒരിക്കലും ഉണ്ടാകില്ല. അല്പം കഴിയുമ്പോൾ പൊരുത്തക്കേടുകളും വാക്കുപോരുകളും തലപൊക്കും. ചെറിയ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ വലിയ വലിയ കലഹങ്ങളാകും. സ്നേഹം നഷ്ടപ്പെട്ട് തമ്മിൽ വെറുപ്പാകും. ഒരു തവണ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തതല്ലേ. ഒട്ടും പറ്റില്ലെന്ന് മനസ്സിലായപ്പോഴല്ലേ പാതി വഴിയിൽ വെച്ചെല്ലാം അവസാനിപ്പിച്ചത്. അതവിടെ കഴിഞ്ഞു. എൻഡ് ഓഫ് എ ചാപ്റ്റർ. ഇനി ഒരു മടങ്ങിപ്പോക്ക് നെവർ. തനിക്ക് കഴിഞ്ഞാലും എനിക്കതിന് കഴിയില്ല. ഐ ആം സോറി. ആൻഡ് ദുർഗ, അവളെയാണ് ഞാൻ സ്നേഹിക്കുന്നത്, പ്രണയിക്കുന്നത്. അവൾക്കപ്പുറം മറ്റൊരു പേരോ രൂപമോ എൻ്റെ ഹൃദയത്തിൽ ഇടം നേടിയിട്ടില്ല. ഇനി ഒരിക്കലും ഉണ്ടാവുകയുമില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവൻ്റെ ഉറച്ച വാക്കുകൾ അഞ്ജലിയെ വീണ്ടും വീണ്ടും വേദനയിലാഴ്ത്തി. ശ്രീറാം സായന്ത്, വർഷങ്ങളായുള്ള തൻ്റെ പ്രണയത്തിന് അവകാശി, ഇന്നിതാ എന്നേക്കുമായി അയാളെ നഷ്ടപ്പെടാനൊരുങ്ങുന്നു. അവൻ മറ്റൊരാൾക്ക് സ്വന്തമായിരിക്കുന്നു. അഞ്ജലിയുടെ ഹൃദയം പിടഞ്ഞു. വിതുമ്പാൻ വെമ്പുന്ന അതരങ്ങളാൽ ശ്രീറാമിനായൊരു ചിരി നൽകിയ അവൾ നേരെ ദയക്കരികിൽ ചെന്നു നിന്നു. ദയയുടെ ഇരു കൈകളും കവർന്നു പിടിച്ച് തീർത്തും നിർജീവമായ ചിരിയോടെ അഞ്ജലി വളരെ പതിയെ പറഞ്ഞു, ബെസ്റ്റ് വിഷസ്. അത്രമാത്രം വിലപ്പെട്ടതെന്തോ കൈപ്പിടിയിൽ നിന്നും നഷ്ടമായപ്പോൾ ദുഃഖം നിഴലിക്കുന്ന അഞ്ജലിയുടെ മുഖം ഒരു വേള ദയയെയും നൊമ്പരത്തിലാഴ്ത്തി. പക്ഷെ എന്ത് ചെയ്യാൻ സാധിക്കും? പൊന്നും പണവും ഒക്കെ ആയിരുന്നെങ്കിൽ ഏതു വിധേനയും കൈക്കലക്കമായിരുന്നു. എന്നാൽ സ്നേഹം പിടിച്ചു വാങ്ങിക്കാൻ കഴിയുമോ? ഒരിക്കലുമില്ല. എന്നും മനുഷ്യർ ബലഹീനരായി പോകുന്നത് അവിടെയാണ്, ആത്മാർത്ഥമായ സ്നേഹത്തിന് മുന്നിൽ. മുന്നിലെ തൂവെള്ള ക്യാൻവാസിൽ വരച്ചു തീർത്ത സ്ത്രീരൂപത്തിലേക്ക് വർണ്ണങ്ങൾ പകരുമ്പോൾ പലയിടത്തും ദയയ്ക്ക് തൻ്റെ വിരലുകൾ വിറച്ചു. ചിന്തകൾ വള്ളിപ്പടർപ്പ് പോലെ ദ്രുതഗതിയിൽ പല ദിക്കിലേക്കും സഞ്ചാരം തീർക്കുമ്പോൾ അവൾ പോലും അറിയാതെ ശരീരവും അതിനൊപ്പം ചലിക്കുന്നുണ്ടായിരുന്നു. പലയിടങ്ങളിലും മനസ്സിനൊപ്പം ഉടലും പതറിപ്പോകുന്നത് അവൾ അറിയുകയുണ്ടായി. പിറകിലൂടെ 2 കരങ്ങൾ വയറിനെ ചുറ്റിയപ്പോഴാണ് താൻ കുടിയേറിയ മനോരാജ്യത്തു നിന്നും ദയ യാഥാർത്ഥ്യത്തിലേക്ക് തിരികെ എത്തിയത്. പൊടുന്നനെ കൈകളിൽ മുറുകെ പിടിച്ചിരുന്ന ചായക്കൂട്ടുകൾ അടങ്ങിയ പാലറ്റും ബ്രഷും നിലം പതിച്ചു. പലവിധ നിറങ്ങൾ വെള്ള മാർബിൾ പാകിയ തറയിലൂടെ പരന്നൊഴുകുമ്പോൾ അവയിൽ താൻ ഒരിക്കലും ഓർക്കാൻ ആഗ്രഹിക്കാത്ത സന്ദർഭങ്ങളും മുഖങ്ങളും ചിത്രങ്ങളായി തെളിയുന്നത് പോലെ തോന്നി ദയയ്ക്ക്. ഭീതിയാൽ അവളുടെ ദേഹം വിറച്ചു. കൈകാലുകൾ തണുത്തു മരവിച്ചു. റിലാക്സ് ദുർഗ, ഇത് ഞാനാണ്. കാതരികിൽ ശ്രീറാമിൻ്റെ ശബ്ദവും നിശ്വാസവുമേറ്റ മാത്രം അവൾ ആശ്വാസത്തോടെ ശ്വാസം വലിച്ചു വിട്ടു. ഇതുവരെ മാറിയില്ലേ തൻ്റെ പേടി? ശ്രീറാമിൻ്റെ ശബ്ദം ആർദ്രമായി. അവൻ്റെ കൈക്കുള്ളിൽ നിന്ന് തന്നെ അവൾ ശ്രീറാമിന് അഭിമുഖമായി പിന്തിരിഞ്ഞു. ഞാൻ പെട്ടെന്ന് എന്തൊക്കെയോ ഓർത്ത്. ദയ വെപ്രാളപ്പെട്ടു. ശ്രീറാം അവളെ തന്നെ നോക്കി നിന്നുപോയി. ആ കറുത്ത വട്ടമുഖത്തിലെ വലിയ കണ്ണുകളും നീണ്ട നാസികയും കുഞ്ഞു ചുടികളും അവൻ്റെ മിഴികൾ ഒപ്പിയെടുത്തു. ആദ്യമായിട്ടായിരുന്നു ഇത്ര അടുത്ത് നിന്ന് ശ്രീറാം ദയയുടെ സൗന്ദര്യം ആസ്വദിക്കുന്നത്.
ആര് പറഞ്ഞു എൻ്റെ ദുർഗ പ്രസൻറ്റബിൾ അല്ലെന്ന്? അടക്കമില്ലാതെ നെറ്റിത്തടത്തിലേക്ക് വീണ് കിടക്കുന്ന ദയയുടെ മുടിയിഴകളെ ചൂണ്ടുവിരലാൽ വളരെ പതിയെ തഴുകി അവൻ കുറുമ്പോടെ ചോദിച്ചു. ഇതെന്താ ഇപ്പം ഇങ്ങനെ എന്ന ഭാവത്തിൽ ദയ കണ്ണും മിഴിച്ച് അവനെ തന്നെ നോക്കി നിന്നു. അവളുടെ നിൽപ്പ് ശ്രീറാമിനെ രസിപ്പിച്ചു. ഒരു മന്ദഹാസത്തോടെ അവളെ ഒരിക്കൽ കൂടെ അവനിലേക്ക് അടുപ്പിച്ച് ശ്രീറാം ദയയുടെ ഇടത് കവിളിൽ മൃദുവായി അധരങ്ങൾ ചേർത്ത് വെച്ച് ചുംബിച്ചു. യു ആർ സോ പ്രിറ്റി ദുർഗ. ഭംഗിയായി കൊത്തുപണി കഴിപ്പിച്ചൊരു കരിങ്കൽ ശില്പം പോലെ. ദയയുടെ കണ്ണുകൾ പകപ്പോടെ പുറത്തേക്ക് തുറച്ചു. നമുക്ക് പഠിച്ചാലോ ദുർഗ? ആ ചുടുചുംബനത്തിന് ആഘാതം മാറും മുമ്പേ പിന്തുടർന്നെത്തിയ ചോദ്യത്തിൽ അവൾ മുഴുവനായും തളർന്നുപോയി. ശ്വാസം വിടാൻ പോലും മറന്ന് ദയ ശ്രീറാമിന് മുന്നിൽ ഒരു പാവയെപ്പോലെ മിഴിച്ചു നിന്നു. എന്താ ശ്രീയേട്ടന് പറ്റിയത്? അവൾ ആശങ്കയോടെ മറു ചോദ്യം എറിഞ്ഞു. ഞാൻ കാര്യമായിട്ടാ, ഒരുപാടൊന്നും വേണ്ട. അറ്റ്ലീസ്റ്റ് 10th ഗ്രേഡ് ക്വാളിഫിക്കേഷനെങ്കിലും എഴുതിയെടുക്കാം നമുക്ക്. മുന്നോട്ട് തനിക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം തുടർന്ന് പഠിക്കാം. ഏട്ടൻ എന്ത് ഭ്രാന്താ പറയണേ? ഈ പ്രായത്തിൽ ഞാൻ ഈ സ്കൂളിൽ പോകാനോ? എല്ലാവരും എന്നെ കളിയാക്കൂലേ? മാത്രമല്ല ഇവിടെയുള്ളവരെ ഭാഷയൊന്നും എനിക്ക് അറിഞ്ഞൂടാ, ഒന്നും മനസ്സിലാവൂല. അവൾ തല ചൊറിഞ്ഞ് തൻ്റെ ആശങ്കകൾ വളരെ വിഷമത്തോടെ എണ്ണിപ്പെറുക്കി പറഞ്ഞു. ദയയുടെ വാക്കുകളും ഭാവപകർച്ചയും ശ്രീറാമിൽ ഒരുപോലെ ചിരിയും കൗതുകവും ഉണർത്തി. അരുതെന്ന് 100,000 ആവർത്തി മനസ്സുരുവിട്ടിട്ടും ശ്രീറാമിൻ്റെ ചുണ്ടുകൾ അവനെ ചതിച്ചു. അവൻ്റെ ദുർഗയ്ക്കായി അത്രമേൽ അഴകുള്ളൊരു നറുമന്ദഹാസം ആ അധരങ്ങളിൽ പടർന്നു. അതൊരിക്കലും ദയയോടുള്ള നിന്ദയോ അല്ലെങ്കിൽ അവളുടെ അറിവില്ലായ്മയോടുള്ള പരിഹാസമോ ആയിരുന്നില്ല. മറിച്ച് അവളിലെ നിഷ്കളങ്കതയോട് തെളിനീര് പോലെ ശുദ്ധമായ ആ സാധു പെണ്ണിൻ്റെ ഹൃദയത്തോടുള്ള അവൻ്റെ അതിരറ്റ സ്നേഹവും വാത്സല്യവുമായിരുന്നു. എന്നാ കളിയാക്കാം? മറുപടിയായി ഒരു ചിരിയോടെ അവൻ അവളെ തൻ്റെ നെഞ്ചിലേക്ക് ചായച്ച് മുറുകെ പുണർന്നു. ആ സ്നേഹാലിംഗനം അവൾക്കുള്ള മറുപടിയായിരുന്നു. ശ്രീറാം തൻ്റെ ദുർഗയെ ഒരിക്കലും ഒന്നിൻ്റെ പേരിലും ഒരു പരിഹാസ കഥാപാത്രമായി കാണുകയില്ലെന്നത് തൻ്റെ പ്രവൃത്തിയിലൂടെ തെളിയിക്കുകയായിരുന്നു അവൻ ആ നിമിഷം.